ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ IAS അക്കാഡമി. എക്കണോമിക്സിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക് സിസ്റ്റംസ് ആണ്. ഓക്കെ, എന്താണ് എക്കണോമിക് സിസ്റ്റം? ഒരു രാജ്യം ആ രാജ്യത്തിനകത്തുള്ള റിസോഴ്സസിനെ ആ രാജ്യത്തിലെ ജനതയ്ക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് എക്കണോമിക് സിസ്റ്റംസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ട്രഡീഷണൽ എക്കണോമിനെ കുറിച്ച് നമുക്ക് വലിയ കാര്യമായിട്ട് പഠിക്കേണ്ടതില്ല. ഓക്കെ, പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമാൻഡ് എക്കണോമിയാണ്. എന്താണ് കമാൻഡ് എക്കണോമിക് സിസ്റ്റം? ഒരു രാജ്യത്തെ റിസോഴ്സസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ രാജ്യത്തെ ഗവൺമെൻറ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? അതിനെ കമാൻഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ആ രാജ്യത്തിലെ ഗുഡ്സസും സർവീസസും അതിൻ്റെ എല്ലാം വില നിശ്ചയിക്കുന്നു, അതെല്ലാം ചെയ്യുന്നത് ആരായിരിക്കും? ആ രാജ്യത്തെ ഗവൺമെൻറ് തന്നെയായിരിക്കും. ഓക്കെ, പൊതുജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുക? കമാൻഡ് എക്കണോമിക് സിസ്റ്റത്തിൽ നമ്മൾ ഉൽപ്പാദിക്കുക. ഓക്കെ, ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് കമാൻഡ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അവിടെ ആ രാജ്യത്തെ ഗവൺമെൻറ് തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ലോ ലെവൽ ഓഫ് ഇനീക്വാളിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ലോസ് ഇംപ്ലൈ ചെയ്യാൻ വേണ്ടിയും എളുപ്പമായിരിക്കും. ഈസി ടു ഇംപ്ലൈ ലോസ് ആണ്. ഓക്കെ, ഈ കമാൻഡ് എക്കണോമിക്കകത്ത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തൊക്കെയാണ്? ഒരു രാജ്യത്ത് ഗവൺമെൻറ് തന്നെ എല്ലാം ചെയ്യുന്ന സമയത്തേക്ക് അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? അവിടെ ഇന്നോവേഷൻസ് കുറവായിരിക്കും. ഓക്കെ, ഇന്നോവേഷൻസ് കുറവായിരിക്കും. പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ഈ പൊതുജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും ഉൽപ്പാദിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ബാക്കി പല ആൾക്കാരും ഉണ്ട്. ഓക്കെ, അവർക്ക് പലതരത്തിലോട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ്സ് കാണും. ഓക്കെ, അത് ആ രാജ്യത്ത് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ രാജ്യത്ത് എന്താണ്? ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാകും. ഓക്കെ, കരിഞ്ചന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എവിടെ? കമാൻഡ് എക്കണോമിക് സിസ്റ്റത്തിൽ. ഓക്കെ, അതുകൂടാതെ തന്നെ ഇതിന് മറ്റൊരു പ്രശ്നമുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടുകയും ചിലത് കുറവായിട്ട് ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യും. ഏത്? നമ്മുടെ കമാൻഡ് എക്കണോമിക് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമാൻഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ റിസോഴ്സസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ രാജ്യത്തെ ഗവൺമെൻറ് ആണെങ്കിൽ എന്താണ് നമ്മൾ അതിന് പറയുന്നത്? കമാൻഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അതുകൂടാതെ തന്നെ അതിൻ്റെ വില നിയന്ത്രിക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന ഗവൺമെൻറ് തന്നെയായിരിക്കും. നമ്മുടെ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു കമാൻഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നോർത്ത് കൊറിയനെ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, നോർത്ത് കൊറിയ ഒരു കമാൻഡ് എക്കണോമിക് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജും പഠിച്ചിരിക്കുക, ഡിസഡ്വാൻറ്റേജും പഠിച്ചിരിക്കുക. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനീക്വാളിറ്റീസ് കുറവായിരിക്കും, നിയമങ്ങൾ ഇംപ്ലൈ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ് അല്ലെ കരിഞ്ചന്ത ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്നോവേഷൻസും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സും ഒക്കെ കുറവായിരിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്കണോമിയാണ്. ഓക്കെ, നമ്മുടെ കമാൻഡ് എക്കണോമിയുടെ ഏകദേശം നേരെ ഓപ്പോസിറ്റ് അല്ലെ വിപരീതം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് എക്കണോമിയിൽ റിസോഴ്സസ് ഹാൻഡിൽ ചെയ്യുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ആ വസ്തുവിൻ്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് എക്കണോമിയിൽ. ഓക്കെ, നമ്മുടെ കമാൻഡ് എക്കണോമിയിലാണ് ഇത് നേരെ ഗവൺമെൻറ് ചെയ്യും. ഓക്കെ, ഗവൺമെൻറ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് ഒരു റേറ്റ് അവർ തന്നെ വെച്ചിട്ട് അവരായിരിക്കും ഈ പറയുന്ന പോലെ അതിൻ്റെ വില നിയന്ത്രിക്കുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ മാർക്കറ്റ് എക്കണോമിയിൽ വരുന്ന സമയത്തേക്ക് അതിൻ്റെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് അതിൻ്റെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും നമ്മുടെ മാർക്കറ്റ് എക്കണോമിയിൽ ഉണ്ടാവാറില്ല. ഓക്കെ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് ഒക്കെ തീർത്തും കുറവായിരിക്കും. ഓക്കെ, ഇവിടെ കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സ് അവർ ഓരോരോ വസ്തുക്കൾ മേടിക്കുന്ന സമയത്ത് അവരതിൽ അവരുടേതായിട്ടുള്ള ചോയ്സസിനനുസരിച്ച് അവരേറ്റവും വിലക്കുറവിലുള്ള വസ്തുക്കൾ മേടിക്കാൻ വേണ്ടി അവർ വിലക്കുറവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള വസ്തുക്കൾ മേടിക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സ് നോക്കുകയും ഉൽപ്പാദകരെന്ന് പറയുന്നത് ഏറ്റവും കൂടിയ വിലയ്ക്ക് അവരുടെ വസ്തുക്കളെ വിറ്റഴിക്കാൻ വേണ്ടി നോക്കും. ഇതാണ് മാർക്കറ്റ് എക്കണോമി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടാകും നമ്മുടെ മാർക്കറ്റ് എക്കണോമിയിൽ. ഓക്കെ, അതുപോലെ തന്നെ എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും മാർക്കറ്റ് എക്കണോമിയിൽ. പിന്നീട് ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സ് ഉണ്ട്. ഓക്കെ, മറ്റേന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഐറ്റം കൊടുക്കും, നമ്മളത് മേടിച്ചോണം, നമുക്ക് ഒത്തിരി അധികമായിട്ടുള്ള ചോയ്സുകൾ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ മാർക്കറ്റ് എക്കണോമി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സസ് നമുക്ക് ലഭിക്കും. ഓക്കെ,
എന്നാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികൾക്കും പല ഡിഫറെൻ്റ് തരത്തിലുള്ള ഇൻകം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ധനികൻ കൂടുതൽ ധനികനാവുകയും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സമ്പത്ത് ബേസ്ഡ് ആയിരിക്കും ഇവരുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തായിരിക്കും എൻവയോൺമെൻറ്റിനെ കുറിച്ച് യാതൊരു കൺസിഡറേഷൻസ് ഇവർക്ക് അധികം കാണത്തൊന്നുമില്ല. ഇവർ എൻവയോൺമെൻറ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കത്തൊന്നുമില്ല. ഓക്കെ, ഈ മാർക്കറ്റ് ബേസ്ഡ് എക്കണോമിയിൽ എൻവയോൺമെൻറ്റൽ ഡാമേജസ് ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് പുവർ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവർ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പുതിയതായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള അല്ലെ നൂതനമായിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പുതിയ നൂതനമായിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും? അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മയ്ക്ക് അത് കാരണമാകും. ഇത്രയാണ് നമുക്ക് മാർക്കറ്റ് എക്കണോമിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ് മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് എക്കണോമിയും നമ്മുടെ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റവും കൂടി ഒരുമിച്ച് അതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ ഒരുമിച്ച് ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ബോത്ത് പബ്ലിക് സെക്ടറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും കൂടി ഒരുമിച്ച് കോ എക്സിസ്റ്റൻസ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ കമാൻഡ് എക്കണോമിക് സിസ്റ്റം പോലെ പ്ലാനിങ് മെക്കാനിസം ഉണ്ടായിരിക്കും, മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം പോലത്തെ പ്രൈസ് മെക്കാനിസം ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? കമാൻഡ് എക്കണോമിക് സിസ്റ്റം പോലത്തെ പ്ലാനിങ് മെക്കാനിസം ഉണ്ടായിരിക്കും, മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം പോലത്തെ പ്രൈസ് മെക്കാനിസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇതിൻ്റെ നമ്മുടെ മിക്സഡ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ് കേട്ടോ. ഇന്ത്യ അതിനൊരു ഉദാഹരണമാണ്, മാലിദ്വീപ് അതിനൊരു ഉദാഹരണമാണ്, പാകിസ്ഥാൻ ഒരു ഉദാഹരണമാണ്. ഇതൊക്കെ മിക്സഡ് എക്കണോമിക് സിസ്റ്റത്തിൽ വരുന്ന രാജ്യങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എന്തൊക്കെ അഡ്വാൻറ്റേജ് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ കമാൻഡ് എക്കണോമിക്കും മാർക്കറ്റ് എക്കണോമിക്കും ഉണ്ടോ, അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും തമ്മിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇത് പോകുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കൺസ്യൂമേഴ്സിന് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ റിസോഴ്സസ് ഒക്കെ എഫിഷ്യൻ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെക്ടേഴ്സും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അതായത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഹെവിലി ടാക്സേഷന് വിധേയമാകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഈ പ്രൈവറ്റ് സെക്ടറിന് മേലെ അടിച്ചമർത്തപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം നമുക്ക് നോക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഈ 3 കാര്യങ്ങൾ ബാക്കിയുള്ളത് പഠിക്കുക. ഓക്കെ, കമാൻഡ് എക്കണോമിക് സിസ്റ്റവും പഠിക്കുക, മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റവും പഠിക്കുക, മിക്സഡ് എക്കണോമിക് സിസ്റ്റവും പഠിക്കുക. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ എക്കണോമിക് സിസ്റ്റംസ് കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തായിട്ട് കാണാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.